ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. അപ്പോൾ ഇന്നൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടു. റീലിലൊരു ഫോട്ടോഗ്രാഫറാണ് വീഡിയോ ഇട്ടേണ്ടത്. അതായത് പുള്ളി അറ്റൻഡ് ചെയ്ത ഏതൊരു ബ്രൈഡ് ഒരു 11-11:30 എല്ലാം ആയപ്പോഴത്തേക്കും ഭയങ്കര ടയേർഡായി. അപ്പം അത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് മേക്കപ്പ് ആർട്ടിസ്റ്റ് അതായത് റെഡി ആവാൻ ഒത്തിരി നേരത്തെ റെഡിയായി തുടങ്ങി. അപ്പോൾ ഏതോ 5 hour എന്തോ എടുത്തു ആ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇത്രയും ടയർഡായത്. അപ്പം അതുകൊണ്ട് നിങ്ങളിനി അങ്ങനെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ ഒഴിവാക്കുക എന്നുള്ള രീതിയിലാണ് പുള്ളി ആ വീഡിയോ ചെയ്തത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ വീഡിയോ കണ്ടപ്പം എനിക്കതൊരു അനാവശ്യമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എടുക്കുന്ന ഒരു ടൈമിൻ്റെ ഒരു ഇത് വെച്ചിട്ട് മാത്രം നമ്മൾ അവരുടെ വർക്കിനെ ജഡ്ജ് ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും, കുറേ ആൾക്കാർ അപ്കമ്മിങ് ആയിരിക്കും. അങ്ങനെ പല പല കാറ്റഗറിയിൽ ആൾക്കാരുണ്ടാവും വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ അപ്കമ്മിങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന അസിസ്റ്റൻസിനൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള കേസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ തന്നെയായിരിക്കും എല്ലാം ചെയ്യുന്നത്. മേക്കപ്പ് ചെയ്യുന്നത്, പിന്നെ സാധനങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്, ഹെയർ സ്റ്റൈലിങ് ചെയ്യുന്നത്, പിന്നെ അതേപോലെ തന്നെ ഡ്രേപ്പ് ചെയ്യുന്നത് എല്ലാം ഒരാളായിരിക്കും ചെയ്യുന്നത്. ഒബ്വിയസ്ലി ഒരാൾ മാത്രം ചെയ്യുമ്പോഴും ഓരോ ആൾക്കാരെ നമ്മൾ ഓരോ കാര്യങ്ങൾ അസൈൻ ചെയ്ത് ചെയ്യുമ്പോഴും രണ്ട് ടൈമായിട്ട് തന്നെയാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ പിന്നെ ചില ആൾക്കാർ ഭയങ്കര ആത്മാർത്ഥതയോടെ എന്നൊരു കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്തു കൊടുക്കണം എന്നുള്ള ആൾക്കാരും ഉണ്ടാവും ഈ അപ്കമ്മിങ്ങിൽ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ ടൈം എടുക്കും. പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ടപ്പേന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. പക്ഷെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് ലെയർ ചെയ്യുന്ന സമയത്ത് ഓരോന്നും സ്കിന്നിൽ അബ്സോർബ് ചെയ്തിട്ട് അതാണ് ശരിക്കുള്ള പ്രോസസ്സ്. അതായത് പെട്ടെന്ന് എന്ന് പറയുമ്പോഴും നമുക്കൊരു ഏകദേശം ഒരു ടൈം ഇത്ര എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഫുള്ളാവുന്നത്. അപ്പം ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്, അതായത് ഈ ഒരു ടൈം വെച്ചിട്ട് മാത്രം നമുക്ക് ഒരാളുടെ വർക്കിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ എല്ലാവരും ഈ പറയുന്ന എന്താ പറയുക അപ്കമ്മിങ് ആയിട്ടുള്ള ഒരാളുടെ കാര്യമാണിത്. അതുകൊണ്ട് എല്ലാവരും ഈ അപ്കമ്മിങ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്ട്രഗിള് ഏറ്റെടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ അറിവിൽ അപ്കമ്മിങ് ആയിട്ടുള്ള ആൾക്കാരും വലിയ ചാർജൊന്നും അങ്ങനെ ചാർജ് ചെയ്യത്തില്ല. അപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെയും ഒരു അപ്കമ്മിങ് ആയിട്ടുള്ള ആളുടെയും ചാർജ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് രണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് അപ്കമ്മിങ്ങിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ചാർജിന് അവർ ഈ പറയുന്ന പോലെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. പക്ഷെ ആ ഒരു കേസസിൽ ചില സമയത്ത് ടൈം കുറച്ച് കൂടുതൽ എടുത്തു എന്ന് വരാം. ബിക്കോസ് അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്തുകൊണ്ട് ഈ ചെറിയ എമൗണ്ടിന് കോംപ്രമൈസ്ഡ് ആവുന്നു, അത് അവരെല്ലാം ഈ പറഞ്ഞ മറ്റേ കാറ്റഗറിയിലുള്ള ആൾക്കാരെ പോലെ ആയിട്ടുണ്ട് എന്നാണെങ്കിൽ എന്തുകൊണ്ട് അവർ ചെറിയ എമൗണ്ടിന് പിന്നെ കോംപ്രമൈസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നില്ലല്ലോ. അപ്പം അവർ ഈ പറയുന്ന അപ്കമ്മിങ് ആയിട്ടുള്ള ആൾക്കാർ കോംപ്രമൈസ് ചെയ്യേണ്ട റീസൺ അവരുടെ വർക്ക് മോശമായതുകൊണ്ട് എന്നല്ല. പക്ഷേങ്കിൽ ഈ പറയുന്ന വർക്ക് നമ്മൾ കുറേ മാരേജസ് അറ്റൻഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. മേക്കപ്പ് ചെയ്യുന്നതും ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതും മാത്രമല്ല ഈ പറയുന്ന വെഡ്ഡിങ് വർക്ക്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്, നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. റിയൽ മാരേജിൽ ഒരു ഫോട്ടോഷൂട്ട് പോലെയല്ല. റിയൽ മാരേജിൽ നമ്മൾ ഓരോന്ന് അറ്റൻഡ് ചെയ്ത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തിനൊക്കെ നമ്മൾ കൂടുതൽ ടൈം എടുത്തു പോകുന്നു, ഏതൊക്കെ രീതിയിൽ നമുക്ക് ടൈം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. അതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ പറയുന്ന റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് പെട്ടെന്ന് റിലേറ്റ് ആയത് പറയില്ലേ, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഫ്രഷേഴ്സിന് ജോലിയില്ല. കേരളത്തിൽ ജോലി നോക്കുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് മാത്രമേ ജോലിയുള്ളൂ. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാവണമെങ്കിൽ ആദ്യം ഫ്രഷർ ആവണം. ഫ്രഷേഴ്സ് എല്ലാം എവിടെ പോയിട്ടാണ് കൂടുതലും ജോലി നോക്കുന്നത്? വേറെ സ്റ്റേറ്റ്സ് പോയിട്ടാണ്. എനിക്ക് അതേ അവസ്ഥ തന്നെ ഇതിലും തോന്നിയത്. അപ്പം എല്ലാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം മതിയെങ്കിൽ പിന്നീട് ഈ വരുന്ന ആൾക്കാർ, അതായത് ഫ്രഷേഴ്സ് ആയിക്കഴിഞ്ഞാലേ അടുത്ത ഒരു ബാച്ചിന് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അതും കൂടെ കമ്പയർ ചെയ്യണ്ടേ. അപ്പം നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആൾക്കാർ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എഫോർഡബിൾ ആയിട്ട് വലിയ എമൗണ്ട് ഒന്നും എഫേർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ച് ടൈം പലരും ഉണ്ട്. അതായത് പൈസ ഇപ്പം മാരേജ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു വലിയ ചിലവുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർ കോംപ്രമൈസ് ചെയ്യാൻ റെഡിയാണ്. അവർ അപ്പോൾ കോംപ്രമൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർക്കിന് കുറച്ച് ടൈം എടുത്തു എന്നായാലും കുഴപ്പമില്ല, നമുക്ക് എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ടല്ലോ, അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ ആരും അങ്ങനെ ബുക്ക് ചെയ്യണ്ട എന്ന് പറയുന്നതിൽ ലോജിക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
അപ്പം അതിൽ കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പുള്ളിയുടെ റീലിൻ്റെ താഴെ പല ഒപ്പീനിയനിൽ കമൻറ്റ് ഇട്ടാണ്ടു. അപ്പോൾ അതിൽ ഒരു കമൻറ്റിന് താഴെ പുള്ളി റിപ്ലൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അവരെടുക്കുന്ന ടൈം നോക്കൂ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടില്ല. പക്ഷേ അത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആളാണ്, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഒരുപാട് അസിസ്റ്റൻസ് ഉണ്ടാവും. അവരുടെ ചാർജും അതുപോലെ കൂടുതലായിരിക്കും. കാരണം ഈ വരുന്ന അസിസ്റ്റൻസിനൊക്കെ ചാർജും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കണമല്ലോ. അപ്പോൾ അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും തോന്നില്ല. ഒരു അപ്കമിങ് ആയിട്ട് ആരും ഹെൽപ്പിനില്ലാണ്ട് സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരാളും ഈ പറയുന്ന പോലെ ഒരുപാട് അസിസ്റ്റൻസും കാര്യമായിട്ട് അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ബിക്കോസ് സാധാരണക്കാർക്കൊന്നും അങ്ങനെ എഫേർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റീൽ എനിക്കത്ര തോന്നിയില്ല, ആവശ്യമുള്ള റീലായിരുന്നു എന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടെ അതിനകത്ത് എനിക്ക് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അതിനകത്ത് പല മേക്കപ്പ് ആർട്ടിസ്റ്റുകളും പുള്ളി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് കമൻറ്റ് ഇട്ടപ്പോഴത്തേക്കും ശരിയാ 2 മണിക്കൂർ മതി, ഇത്ര മണിക്കൂർ മതി ചെയ്യാൻ, ആര് പറഞ്ഞു ഇത്ര സമയം വേണമെന്ന്, ആ രീതിയിലൊക്കെയുള്ള കമൻറ്റ് ഇട്ടതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ പോരാ അല്ലേ. നമുക്ക് ഇത്രയേ ടൈം എടുക്കുന്നുള്ളൂ, ശരി ഫൈൻ എന്ന് വെച്ചാൽ അതിൽ കുറച്ച് കൂടുതൽ ടൈം എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അന്ന് വെച്ചാൽ അവരുടെ വർക്ക് മോശമെന്നല്ല. അപ്പം നമ്മൾ സ്വന്തം പ്രൊഫഷനിൽ തന്നെയുള്ള ആൾക്കാരാകുമ്പോൾ നമുക്ക് ഓരോ ആൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളരാനുള്ള ഒരു സ്പേസ് ഉണ്ടാവണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. നമുക്ക് വരേണ്ട കസ്റ്റമേഴ്സ് നമുക്ക് വരും. അപ്പം ആ ഒരു കോൺഫിഡൻസിൽ നമുക്ക് കിട്ടുന്ന വർക്ക് അറ്റൻഡ് ചെയ്യല്ലേ വേണ്ടത്. അല്ലാതെ നമ്മൾ മറ്റൊരാൾ വർക്കിനെ ഡിഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ പറയുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. ഓക്കെ, എനിക്കത് പറയണം തോന്നിയൊരു വീഡിയോ ഇടണം തോന്നി. എൻ്റെ മൈൻഡിൽ അതിങ്ങനെ കിടപ്പുണ്ടായിരുന്നു ആ റീൽ കണ്ടപ്പോൾ തൊട്ട്. ഞാനന്ന് കമൻറ്റും ഇതൊന്നും ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ റെസ്പോണ്ടൊന്നും ചെയ്തില്ല. പക്ഷേ പറഞ്ഞൊരു വീഡിയോ എന്തായാലും ചെയ്യാമെന്ന് വെച്ചു, അതാണ് ചെയ്തത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ കുറച്ചായി വീഡിയോ ചെയ്തിട്ട് കുറച്ച് ബിസി ആയിപ്പോയി, അതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വരാം ഒരു വീഡിയോ ആയിട്ട്. ഓക്കെ, ബൈ.